ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ പാലക്കാട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പാലക്കാട് കൽപ്പാത്തി തേരാണ്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കാതെടുത്തൊരു തീരുമാനമാണ് കേട്ടോ ഒന്ന് പോകണം എന്നുള്ളത്. എല്ലാവരും അതെ, ഞങ്ങൾ വിചാരിച്ചില്ലാട്ടൊന്ന് പോകുന്നു. അപ്പോൾ ഒന്ന് കാണാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാലക്കാടായിട്ട് ഞങ്ങൾ ഇതുവരെ കൽപ്പാത്തി തേര് കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾ കാണാൻ വേണ്ടി പോകണം. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിലത്തെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കുട്ടികൾ പോണത് 12:20 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ആ സമയത്താണ് ഞങ്ങളിപ്പോൾ പോണത്. അപ്പോൾ ഞങ്ങൾ പോയിട്ടുള്ള അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഇതാ പുറപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ സാനിക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. സാനിയൊക്കെ പറഞ്ഞിട്ടില്ല, നമ്മളെ പറഞ്ഞിട്ടില്ല. പിന്നെ സാനിയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും നല്ല ത്രില്ലിലാണ് കാണാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് ഏതാണെന്നൊന്നും അറിയില്ല, അവിടെ പോയാലേ അറിയുള്ളൂ. കാരണം ആദ്യമായിട്ടാണ് പോണത്, വഴി പോലും അറിയില്ല. ചോദിച്ച് വേണം പോവാൻ. നല്ല അടിപൊളി ക്യാമറയുണ്ട് വിളിക്കുന്നത്. പിന്നെ എതിര് കിട്ടുന്നുണ്ട് ആവശ്യമില്ല. പിന്നെ വണ്ടി അപ്പോൾ ഞങ്ങൾ ഓട്ടോ കിട്ടാൻ വേണ്ടി ഞങ്ങൾ നടക്കുകയാണ്. അപ്പം അതുപോലെ ഞങ്ങൾ മേലോട്ടേക്ക് പോവുകയാണ് കേട്ടോ. സാനി കണ്ടോ, ഭയങ്കര ഓട്ടാണ്. ഇവിടെ വലിയൊരു ഇറക്കാണ് കേട്ടോ. അപ്പോൾ സാനി നല്ല ഓടാൻ നല്ല സുഖമാണ്. സാനി ഒരു ഹായ് കൊടുക്കടി, ഒരു ഹായ് കൊടുക്ക്. അങ്ങനെ ഞങ്ങൾ കൽപ്പാത്തി എത്തിയിട്ടോ. അപ്പം ഞങ്ങളുടെ വിചാരം എന്താ വെച്ചാൽ ഉള്ളിലേക്ക് കുറേ പോവാണ്ട് ആരത്തിലൊക്കെ ചോദിച്ചിട്ടൊക്കെ പോകേണ്ടി വരുന്നൊക്കെ വിചാരിച്ചിട്ടോ. പക്ഷെ റോഡ് മക്ക തന്നെ കേട്ടോ. അവിടെ വന്നിറങ്ങിയിട്ട് ഉള്ളിൽ കയറുക വേണ്ടുള്ളൂ. നമുക്കറിയില്ല, നമ്മൾ ആദ്യമായിട്ടല്ലേ വരുന്നത് ഗൈസ്. അപ്പോൾ ഞങ്ങൾ കൽപ്പാത്തി എത്തിയിട്ടോ. ഞങ്ങൾ അമ്പലത്തേക്ക് തൊഴുകാൻ, അമ്പലം അതിലെ അതെ അതെ നമ്മുടെ എവിടെയൊന്നും അറിയില്ല. ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. 4 പുറത്തൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതെ, ഒന്നും പറയണ്ട. നല്ല ഇതാണ് കേട്ടോ അമ്പലം അല്ലേ. ഞങ്ങൾ അമ്പലത്തേക്ക് തൊഴുകാൻ വേണ്ടി പോവാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി. അപ്പോൾ അതാണ് കേട്ടോ അമ്പലം. അപ്പോൾ അതിൻ്റെ നടക്കിൽ തന്നെ ഒരു തേര് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് തൊട്ട് നിറയ്ക്കുകയൊക്കെ ചെയ്തു. സാനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുണ്ടോ. സാനി അമ്മ കുതിര നിൽക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ സാനീനെയൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് തൊട്ട് നിറകിപ്പിച്ചു. അപ്പോൾ തിരക്കൊന്നും ഇല്ല കേട്ടോ, ഉള്ളിൽ അത്ര തിരക്കൊന്നുമില്ല. പുറത്തായിരുന്നു കേട്ടോ ഭയങ്കര തിരക്ക്. അതുകൊണ്ട് സുഖമായിട്ട് തൊഴുകാനൊക്കെ പറ്റി. ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താ ഇത് പൂവിൻ്റെ സാനിക്ക് ധാര കൊടുത്താട്ടോ ഈ ബലൂണ്. ആരാന്നറിയാം, സാനിയെ കണ്ടപ്പോൾ പാവം തോന്നിയിട്ട് സാനിക്ക് ബലൂൺ കൊടുത്തിട്ടുണ്ട്. സാനി സന്തോഷമായോ? അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങുമ്പോഴത്തേന് നമുക്ക് ഇതാ കൽപ്പാത്തി പുഴയൊക്കെ കാണാൻ പറ്റും. നല്ല അടിപൊളി അമ്പലമാണ് കേട്ടോ. നല്ല രസമല്ലേ? അവിടെ ആനയൊക്കെ ഉണ്ട്, ആനയൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് വരില്ല, അപ്പോൾ ഇതിനൊക്കെ ഒന്ന് പോയിട്ട് ൂരാല് ചൂരിട്ട് കഴിയാം. പാല് കഴിയണ്ട കേട്ടോ, അമ്മ മാത്രമേ വരും. പഴുക്കുണ്ട് മെല്ലെ വട്ടം ചെറുപ്പിടാനുണ്ടോ ഗൈസ്. അതിൻ്റെ കാര്യം നല്ല തണുപ്പുണ്ട്. സാനി വെള്ളം കണ്ട താറാവാണ് കേട്ടോ. വളർത്തി ഒറ്റ വിളിക്കിട്ടോ. എന്താ സന്തോഷം നോക്കി, ഭയങ്കര സന്തോഷം. സാനി ഇത് നമ്മുടെ ഇവിടുത്തെ കോളല്ല. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊക്കെ തേരാളാണ് കേട്ടോ. ക്യാമറമാനൊക്കെ ഉണ്ട്. നമ്മളിങ്ങോട്ട് വലിയ തേരാല്ലേ. ഭരണി വേണോ? വാങ്ങിക്കോ. പൊരിമുറുക്ക് വേണോ? പൊരിമുറുക്ക് നമ്മളോട് വേലക്ക് കുമ്മാട്ടിക്ക് ആവട്ടോ. കേട്ടോ വെയിൽ വെള്ളം വെച്ചിട്ട് അതൊക്കെ മറച്ചിട്ട പോണ്. ആ കുപ്പി പിടിക്ക്, അങ്ങനെ പറയരുത്. വീട്ടിലേക്ക് കപ്പ് വാങ്ങിക്കോ. കേസ് ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പക്ഷെ പൈസ അല്ലേ വാങ്ങാൻ. ഇവിടേക്കൊക്കെ വരുമ്പോൾ പൈസ കൊണ്ട് വേണം വരാൻ. ഞങ്ങൾ വെറുതെ ചെരുപ്പ് നോക്കാൻ വേണ്ടി വന്നാ കേട്ടോ. നല്ല വെറൈറ്റി ഷൂ ഒക്കെ ഉണ്ട്. പിച്ചു വാങ്ങണോ? പിച്ചു വാണെന്ന് ആയിരിക്കും വേണോ? പൈസയിലാണ്ട് പട്ടി ചന്തയ്ക്കൊന്നും പോലെ വന്നിക്കണത്. കടം പറയേണ്ടി വരുന്നു.
അപ്പോൾ സാരി അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊരു 3:30 ആയപ്പോൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. പിന്നെ കുറേ കഴിയുമ്പോഴേക്കും ബ്ലോക്ക് ആവും, പിന്നെ ബസ് കിട്ടില്ല. ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമല്ലേ പോയിട്ടുള്ളൂ, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ തേര് കാണാൻ പറ്റില്ല, അത് തന്നെയാണ് വലിയ സന്തോഷം കേട്ടോ കാണാൻ പറ്റിയതിൽ. പിന്നെ വൈകുന്നേരത്തെ 6 മണിയൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങും കേട്ടോ. 6 തേരൊക്കെ പടം വന്ന് നിന്നിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്കിൽ പോടും. അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്ര കേട്ടോ. പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ.